ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാട്ടിപ്പിയാണ്. എൻ്റെ പുറകിൽ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്, കുറച്ച് വീഡിയോസ് ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ കണ്ടോ? ഈ കാണുന്ന ആൾക്കാരൊക്കെ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. വരുന്ന ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ അവർക്കൊരു ജോലിയോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു സംരംഭമോ ആഗ്രഹിച്ച് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ഇതിനകത്ത് ഇവർ വിദ്യാർത്ഥികളാണ് കറക്റ്റ്. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് തന്നെ പ്രായം എന്നുള്ള സംഭവമില്ല. കാരണം എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഏത് സമയത്തും ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ഫീൽഡും ആ ഓപ്പർച്യൂണിറ്റിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫാസ്റ്റായിട്ട് എങ്ങനെ ലേണിംഗ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോഴ്സും ആ കോഴ്സ് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒട്ടും താമസിക്കുന്നില്ല, വെൽക്കം ടു വീഡിയോ. നിങ്ങൾക്കറിയാം, മൊബൈൽ എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ മൊബൈൽ ഒരു വീട്ടിൽ 1, 2, 3 ഒക്കെ മാറിയിട്ട് 5, 6 ഒക്കെ ആവുന്ന സ്റ്റേജിലേക്ക് വന്നു. ഒരാൾക്ക് തന്നെ 2 മൊബൈലും ഒരു ടാബ്ലറ്റും ഒരു കമ്പ്യൂട്ടറൊക്കെ ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുണ്ട് അല്ലേ. അപ്പം ആക്ച്വലി ഈ ഓരോ എല്ലാ മാസങ്ങളിലും പുതിയ പുതിയ ബ്രാൻഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സോ ഈ പഴയ ബ്രാൻഡുകൾ ആൾക്കാർ മാറ്റി പുതിയതിലേക്ക് പോവാണ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്തു, അപ്പം ഓൾമോസ്റ്റ് ലൈക്ക് മൊബൈൽ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഒരുപാട് നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് കൂടുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ റിപ്പയറിംഗ് ഓപ്പർച്യൂണിറ്റീസും വളരെയധികം കൂടും, അതിൻ്റെ സർവീസിങ് ഓപ്പർച്യൂണിറ്റീസും വളരെയധികം കൂടും. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവന്ന പ്രവണത വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസ് സെൻറ്റർ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷേ സർവീസ് സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഫോൺ എന്തെങ്കിലും സംഭവിച്ചു, അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് അവർ പറയും, നോക്കിയിട്ട് പറയും ഒരു മാസം കഴിയും, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് മുകളിലേക്ക് അയക്കണം, അത് കഴിഞ്ഞിട്ട് ഒരു 24 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നാളെ തരാൻ പറ്റില്ല, മറ്റന്നാളെ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവർ ആക്ച്വലി വാങ്ങിച്ചു വെച്ചിട്ട് അവർ വേറെ ഏതെങ്കിലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ വെച്ചിട്ട് റിപ്പയർ ചെയ്തിട്ട് തിരിച്ചു തരുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതായത് നല്ല ക്വാളിറ്റിയുള്ള ഒറിജിനൽ കാര്യങ്ങൾ അറിയുന്ന, എക്സ്പെഷ്യലി IC ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ഫോൺ ഡെഡായി കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ റിക്കവർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഞാൻ ആക്ച്വലി ഇത്തരത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വളരെയധികം ഡീപ്പ് നോളജുള്ള ടെക്നീഷ്യൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് 1 മണിക്കൂറിൻ്റെ വർക്കേ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ വർക്കേ ഉണ്ടാവുള്ളൂ. പക്ഷേ അവരെന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസവും 3 ദിവസവും പറയും. കാരണം എന്ത് ചെയ്തു, ഈ സാധനം പാക്ക് ചെയ്ത് ഓയിലും ടെക്നീഷ്യൻ്റെ അടുത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളൊരു ആണായിക്കോട്ടെ, നിങ്ങളൊരു പെണ്ണായിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്കൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്കില്ല് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എസ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് ലെവൽ നോളജ് ഇൻ മൊബൈൽ ടെക്നോളജി. അപ്പം ഇത്തരത്തിലുള്ള നോളജ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ റിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലുള്ള ഒരു പരിധി ഒരു സിലബസാണ് ഈ ചിപ്പ് ലെവൽ എന്നൊക്കെ പറയുന്നത്. അപ്പം അത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പഠിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊരു സ്കില്ലാണല്ലേ. ഈ സ്കില്ല് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ വളരെ ഷോർട്ട് ടൈം കൊണ്ട് അക്വയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം? നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ തിരഞ്ഞെടുക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. നമ്പർ 1, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാസ്റ്ററാണോ നിങ്ങൾ അവിടെ ട്രെയിൻ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ലെവൽ എത്രയാണ്, ഏത് വർഷം മുതലാണ് അദ്ദേഹം ഈ ഫീൽഡിലുള്ളത്, ഏതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണുകൾ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതൊന്ന്. രണ്ടാമത്, ഈ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു മൈക്രോസ്കോപ്പും ഒരു 50 കുട്ടികളും ഉണ്ടെങ്കിൽ അവിടെ പോകരുത്. കാരണം എന്ത് ചെയ്തു, അത് നമുക്ക് പറ്റില്ല. ബിക്കോസ് നമുക്ക് ഈ കുറഞ്ഞ ടൈം കൊണ്ട് ഷോർട്ട് ടൈമിൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇൻഡിവിജ്വൽ അറ്റൻഷൻ നല്ല ഫെസിലിറ്റീസും നല്ല എക്യുപ്മെൻറ്റ്സും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണമെന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ വേണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്ത് ചെയ്യുന്നു, വളരെ എക്യുപ്ഡ് ആയിട്ടുള്ള നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നോളജീസും അതേപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് നോക്കണം. ഇതാണ് 2. നമ്പർ 3 എന്ന് പറയുന്നത് ലൈക്ക് എസ്റ്റാബ്ലിഷ് സിലബസ്. നിങ്ങൾക്ക് പറയാം, ഇപ്പോഴും ആ പഴയ ഒരു മൊബൈൽ ഫോൺ ടെക്നോളജി പഠിപ്പിക്കുന്ന ആൾക്കാർ നോക്കിയ ലൈക്ക് പഴയ 1100 പഠിപ്പിക്കുന്നതെങ്കിൽ ദാറ്റ് ഡസൻറ്റ് കെയർ. നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യും, വീണ്ടും പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഒരാളുടെ അണ്ടറിൽ ട്രെയിനിങ് ആയിട്ട് പോകേണ്ടി വരും. അതിനെക്കാട്ടും ബെറ്റർ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കപ്പാസിറ്റി വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് വളരെ വാസ്റ്റ് ആയിട്ടുള്ള നല്ല സിലബസ് വേണം, അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് വേണം. അപ്ഡേറ്റഡ് സിലബസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ട്രെയിനിങ്സിനകത്ത് ഇത്തരത്തിലുള്ള ഈ 3 ടെക്നോളജീസൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കാം. ഒന്ന് വെച്ചാൽ ഡ്യുവർ കോർ റീബോളിംഗ്, 3 വെച്ച് കഴിഞ്ഞാൽ EMC റിപ്പയറിംഗ്, 3 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
CPU റീബോളിംഗ്, അതായത് ഡെഡ് ആയിട്ടുള്ള ഫോണിൽ നിന്നും ഒരു CPU നിങ്ങൾ അഴിച്ചെടുത്ത് ഡയറക്റ്റായിട്ട് അതിനെ റീബോൾ ചെയ്ത് വീണ്ടും ഫിക്സ് ആക്കുന്ന രീതിയിലുള്ള, അപ്പോൾ അതിനകത്ത് എക്യുപ്മെൻറ്റ്സ് വേണം. വളരെ ലേറ്റസ്റ്റ് ആയ ടെക്നോളജിയാണ്. കാരണം ഇപ്പോഴത്തെ സംഭവത്തിൽ നിങ്ങൾ CPU അടിച്ചു പോകുന്നുണ്ട്. CPU എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മൊബൈലിൻ്റെ ഹാർട്ട് പോലെയാണ്. ആ സാധനത്തിൽ നിങ്ങൾ റിപ്ലേസ് ചെയ്ത് വേറൊരു സാധനം വെക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഒരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക്കാണ്. ഇതാണ് IC ലെവൽ ട്രെയിനിങ് എന്ന് പറയുന്നത്, ഇൻറ്റഗ്രേറ്റഡ് ചിപ്പ്. ഇതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചാൽ ചിലപ്പോൾ ഷോപ്പുകളിൽ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് അവർ ആൾക്കാരിലേക്ക് മുകളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ സ്കില്ലുകൾ നിങ്ങൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സർവീസിന് നിങ്ങൾക്കൊരു ചാർജ് ഈടാക്കാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഈ മൊബൈൽ റിപ്പയറിംഗ് സർവീസ് കമ്പനികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്കില്ല് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണം എന്താണ്, നിങ്ങളുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ മൊബൈൽ ഷോപ്പുകളൊക്കെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയും നിങ്ങൾക്ക് ഈ വർക്ക് തരാനുള്ള സമ്മതം ചെയ്യും. പിന്നെ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സർവീസ് വളരെ നല്ലതാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കീപ്പ് ഓൺ റിപ്പീറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭ നിലയിൽ നിങ്ങൾക്കത് വളർന്ന് വലുതായി കൊണ്ടുപോകാൻ പറ്റും. കമ്പോണൻറ്റിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള നോളജുകളും കാര്യങ്ങളും വേണം. ഇനി ഇതെവിടെ പഠിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും വളരെ ആത്മാർത്ഥതയോടും വളരെ കൃത്യമായിട്ടും ചെയ്യുന്ന കേരളത്തിലൊരു സ്ഥാപനമാണ് ഫോൺ ഫിക്സിറ്റ്. പന്തളത്താണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം കഴിഞ്ഞ 14 വർഷമായിട്ട് ഈ ഫീൽഡിൽ വളരെ വളരെ ടോപ്പായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകത തന്നെ എന്താണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് വെൽ എക്യുപ്ഡ് ആയിട്ട് ആൾക്കാരെ ഇത്തരത്തിലുള്ള സംരംഭകരെ സൃഷ്ടിക്കുക, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ സൃഷ്ടിക്കുക, വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഫോൺ ഫിക്സിറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ റിപ്പയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു വേ ഓഫ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആൾക്കാരെ ഈ പറഞ്ഞ നമ്മുടെ ഇത്തരത്തിലുള്ള മൊബൈൽ ടെക്നീഷ്യൻ ആവാൻ താല്പര്യമുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. 30 ദിവസം ട്രെയിനിങ് ഉണ്ട്, ക്രാഷ് കോഴ്സ് ഉണ്ട്. 30 ദിവസം ട്രെയിനിങ് എന്ന് വെച്ചാൽ ഫ്രം ബേസിക്സ്, നമ്മളെ ബേസിക് ഇലക്ട്രോണിക്സ് നോളജ് തൊട്ട് കോമ്പണൻസിനെ കുറിച്ചുള്ള നോളജ് തൊട്ടിട്ട് IC ലെവലായിട്ടുള്ള ട്രെയിനിങ് വരെ വളരെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സുകളും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. 80% പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് ക്ലാസ്സുകൾ വരുന്നത്. അതായത് നിങ്ങൾക്ക് ഡെഡ് ഫോൺ തന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന രീതിയല്ല, ലൈവ് ക്ലാസ്സുകൾ പോലെയാണ്. അതായത് നിങ്ങൾക്ക് എന്തായത് ലൈവായിട്ടുള്ള ഫോണുകൾ തന്നു, ആ ലൈവായിട്ടുള്ള ഫോണുകളുടെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്ത് അതിന് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംതൃപ്തി, ആത്മവിശ്വാസമൊക്കെയാണ് ഇവരൊരു ടാസ്ക് ബേസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ടാസ്ക് ബേസ് ആയിട്ടുള്ളൊരു സിലബസ് ആണ്. അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനറാണ്. 10-14 വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിനറും, വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള AC ലാബുകളും, അതേപോലെ തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിലുള്ള മൈക്രോസ്കോപ്പുകളായാലും അതിൻ്റെ മറ്റ് സാമഗ്രികളായാലൊക്കെ വളരെ നീറ്റായിട്ട് എക്യുപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫോൺ ഫിക്സിറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പ്രായഭേദമില്ല. നിങ്ങളൊരു +2 കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും, നിങ്ങൾ ഒരു പുതിയൊരു കരിയർ നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോൺ ഫിക്സിറ്റ് വളരെയധികം ഉപകാരപ്പെടും. ഇത് ISO 2001-2015 സർട്ടിഫൈഡ് സ്ഥാപനമാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? അതായത് നിങ്ങൾക്ക് ഇതിവിടെ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് വളരെ ഹൈ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കേഷനകത്ത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയ രീതിയിലാണ് നിങ്ങൾക്ക് വരിക. അതേപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങളിവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലൈഫ് സപ്പോർട്ടുകളും, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ തരും. ഇനി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇത് പന്തളത്താണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾക്ക് പോയി വരുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ആവാം. അത് ഇവിടെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മണിക്കൂറിൻ്റെ ട്രെയിനിങ് ആണ് ഒരു ദിവസം വരുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 30 days അല്ലെങ്കിൽ വളരെ ഡെഡിക്കേറ്റഡ് ഒരു ക്രാഷ് കോഴ്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ഇവർ ഉണ്ടാക്കി തരും. ഇവിടുന്ന് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ കപ്പാസിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിൽ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യും. ആ സംരംഭത്തിലൂടെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു ജോലിയിൽ പ്രവേശിച്ചിട്ട് വളരെ നല്ല രീതിയിൽ നല്ല ഏർണിംഗ് പൊട്ടൻഷ്യൽ, കാരണം നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ട്, ആ സ്കില്ലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആ സ്കില്ല് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്കില്ലിന് ഈക്വൽ ആയിട്ടുള്ള വരുമാനങ്ങൾ കിട്ടും. നിങ്ങളുടെ സ്കില്ല് ടോപ്പ് ആയത് കാരണം എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വരുമാനത്തിൻ്റെ പൊട്ടൻഷ്യലും വളരെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോൺ ഫിക്സിറ്റിലേക്ക് നിങ്ങൾ ഇതുവരെ വിളിക്കുക. ഇവരുടെ നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 ബാച്ചുകളാണുള്ളത്. ഒന്ന് ക്രാഷ് കോഴ്സ് ബാച്ചും ഉണ്ട്, ഒന്ന് ഒരു 30 days ഒരു ബാച്ചും ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഇവരുടെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിളിക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ അവിടത്തേക്ക് പോകാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഒരു കോഴ്സ് എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു സ്കില്ല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ഭാവിയിൽ ഒരു സംരംഭം കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ 0 സ്കില്ല് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പ്രോബ്ലം ആവും.
വി ഹാവ് ടു ഡെവലപ്പ് എ സ്കിൽ അല്ല. അപ്പോൾ ഈ സ്കില്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ അക്വയർ ചെയ്തിട്ടുള്ള സ്കില്ലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു 30 days നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ബാച്ച് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫോൺ ഫിക്സിറ്റിനെ വിളിക്കുക. കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള നല്ല ഫൈൻ ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാരെ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ്. ഇത് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് കുറച്ച് ഇവിടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ കുറച്ച് ആൾക്കാരുടെ ടെസ്റ്റ് മോഡിൽ ഞാൻ ഇവിടെ കാണിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം ഹൈ ക്വാളിറ്റിയിലാണ് ഈ സ്ഥാപനം ആൾക്കാരെ വാർത്തെടുക്കുന്നതെന്നുള്ളത്. ഒരു ടെക്നിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ മൊബൈൽ കോഴ്സ് പഠിക്കണം എന്ന മോഹമായിട്ടാണ് ഫോൺ ഫിക്സിലെത്തിയത്. നോർമൽ കുറെ കാര്യങ്ങൾ ബേസിക്കായിട്ട് പഠിക്കാം എന്ന് ഉദ്ദേശിച്ചാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ തികച്ചും 2 മാസത്തെ പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, മുഴുവൻ പ്രാക്ടീസ് ആയിരുന്നു. അതായത് എല്ലാ ഫോണുകളും വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുകയും അതിൻ്റെ ഫോൾട്ടുകളും കംപ്ലീറ്റ് കാര്യങ്ങളും ബേസിക്കലി എല്ലാം പഠിപ്പിച്ച് ചിപ്പ് ലെവൽ റീബോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയും അതിനുള്ള സംവിധാനങ്ങൾക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും വരാവുന്നതാണ്. എൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കാരണം ഞാൻ ഒരു പരിധി വരെ ഞാൻ വിചാരിച്ചിരുന്നത് ചെറുതായിട്ട് ഒന്ന് പഠിച്ചിട്ട് പോകാമെന്നായിരുന്നു. പക്ഷെ അതിനൊക്കെ ഉപരി എനിക്ക് 2 മാസത്തെ കോഴ്സ് എന്നതിലുപരി ഏകദേശം ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ലൈഫിലെ ഒരു ചേഞ്ചസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായിട്ടുള്ള ഒരു മേഖല. അപ്പോൾ അതില് എനിക്ക് ഈ മൊബൈൽ ടെക്നീഷ്യനോട് എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വളരെയേറെ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഫോൺ ഫിക്സിനെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു സ്കിൽ ആയിട്ടുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കുള്ള ഒരു എക്സ്ട്രാ പടി നിങ്ങൾ വെച്ച് തുടങ്ങുക. അപ്പം താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള അടിപൊളി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.